നമസ്കാരം, നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ തീരുമാനം. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയത്. പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണൂർ IPT GPT വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പട്ടാമ്പി ടൗണിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിരുന്നു യോഗം. ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കുവാൻ MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും കെട്ടിട ഉടമകളും സഹകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നടപ്പാക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. വ്യാപാരികളും കടവുടമകളും ഒക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ടൗണായിട്ട് പട്ടാമ്പി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള ടൗണാക്കിയത് മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഈ പദ്ധതിയിൽ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമുക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തണം. ഈ മഴ പെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തൽക്കാലം പലതും ചെയ്തു പോകുന്നുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. പക്ഷെ മഴ കഴിയുന്നതോടുകൂടി റോഡ് പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ, തുടങ്ങാനല്ല പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് KSEBയുടെ ഭാഗത്തു നിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടക്കണം. ആ കാര്യങ്ങളൊക്കെ പാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ വരെയുള്ള ആദ്യഘട്ട റബ്ബറൈസിംഗും ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി വരെയുള്ള ഒന്നാം ഘട്ട പ്രവൃത്തികളും ഇപ്പോൾ നടന്നു വരികയാണ്. ഓങ്ങല്ലൂരിൽ പഴയ റോഡ് പൊളിച്ച് ലെവലിംഗ് അടക്കമുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പട്ടാമ്പി നഗരത്തിലേക്കുള്ള പ്രവൃത്തികളും ആരംഭിക്കും. ഇതിനു മുമ്പ് പാതയോരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി പാതയോരത്തെ മരങ്ങൾ മുറിച്ചു നീക്കൽ, വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുള്ള പൈപ്പുകൾ സ്ഥാപിക്കൽ, കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും നടപ്പാക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രവൃത്തികളാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കിഫ്ബി വഴി അനുവദിച്ച 85 കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നവീകരണം പുരോഗമിക്കുന്നത്. KRFBയുടെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരണം. മുഹമ്മദ് മുഹസിൻ MLAക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തു. കുഴിയിൽ വീണ ബൈക്കുമറിഞ്ഞ് ബൈക്ക് യാത്രികൻ ബസ്സിന് മുന്നിലേക്ക് വീണു. പരുത്തൂർ കാരക്കുത്ത് ഇറക്കത്തിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് അപകടം നടന്നത്. ബസ്സിന് തൊട്ടു മുന്നിലെത്തിയ ബൈക്ക് റോഡരികിലെ കുഴിയിലും വെള്ളക്കെട്ടിലും വീണ് നിയന്ത്രണം വിട്ട് ബസ്സിന് മുന്നിലേക്ക് വീഴുകയായിരുന്നു. കരുവാൻപടി സ്വദേശി ഹമീദാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. വിശിഷ്ട സേവനത്തിന് 2023 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ ASI ശിവരാജിന് പെരിങ്ങോട് ഹൈസ്കൂളിലെ 1990-91 SSLC ബാച്ച് സഹപാഠികൾ ചേർന്ന് സ്നേഹാദരം നൽകി. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KV ജമാൽ അധ്യക്ഷനായി. അധ്യാപകരായിരുന്ന TV ഉണ്ണികൃഷ്ണൻ, N ചന്ദ്രശേഖരൻ, K വാസുദേവൻ, N വിജയകുമാരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സിനിമ സീരിയൽ രംഗത്തെ ഇരട്ട സഹോദരിമാരായ വേദജ, മേധജ എന്നിവരുടെ പ്രാർത്ഥനാഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ മണികണ്ഠൻ, ഹരിഗോവിന്ദ് എന്നിവരുടെ ഇടയ്ക്കവാദനവും ഉണ്ടായി. PK മനോജ്, K ഉദയൻ, KK മണികണ്ഠൻ, സുരേഷ്, ജിഷ, പുഷ്പലത, മോഹനൻ, വാസുദേവൻ, സുധീർ എന്നിവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി പൈങ്കുളം ചേലക്കര റൂട്ടിൽ പൈങ്കുളം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സെപ്റ്റംബർ 4-5 ദിവസങ്ങളിൽ രാവിലെ 4 മുതൽ വൈകിട്ട് 5 മണി വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. ഈ സമയത്ത് വാഹനങ്ങൾ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴി പൈങ്കുളം ചേലക്കരയ്ക്കും പാഞ്ഞാൾ വാഴക്കോട് റോഡ് വഴിയും തിരിഞ്ഞു പോകണമെന്ന് ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. പട്ടാമ്പി ശങ്കരമംഗലത്ത് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം NP വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിവുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങൾക്കെതിരെ ജനകീയ ബോധവൽക്കരണം നടത്തുന്നതിന് നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ശങ്കരമംഗലത്ത് ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗം NP വിനയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി നിലവിൽ വന്നത് 1990-ലാണ്. VK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. 96-ൽ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി
കേരളത്തിന്റെ മാതൃകയിലുള്ള ഒരു ക്ഷേമനിധി രാജ്യത്താകമാനം നടപ്പിലാക്കാൻ വേണ്ടി അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയുള്ള ദേവഗൌഡയുടെ ഗവൺമെന്റ് ആ നിയമം പാസാക്കി. 98-ൽ അതിന്റെ ചട്ടങ്ങൾ രൂപം കൊണ്ടു. CPM ലോക്കൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിച്ചു. CATU ഡിവിഷൻ സെക്രട്ടറി AV സുരേഷ്, ഏരിയ സെക്രട്ടറി T ഷാജി, ഏരിയ കമ്മിറ്റി അംഗം P വിജയകുമാരൻ, M രാമചന്ദ്രൻ, AS വിജയൻ, കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ BMSന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി S രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ കുടിശ്ശികയും മറ്റു ആനുകൂല്യങ്ങളും ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMS പട്ടാമ്പി തൃത്താല മേഖല നിർമ്മാണ തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് താലൂക്ക് ഓഫീസിൽ നടന്ന ധർണ നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് S രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അന്ന് 3 സ്ലാബാക്കിക്കൊണ്ടാണ് ഈ ക്ഷേമനിധി പദ്ധതി തുടങ്ങിയത് 1990. അങ്ങനെ 3 സ്ലാബുകളിൽ കൂടി 60 വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെ പലിശ സഹിതം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അതുപോലെ തന്നെ 60 വയസ്സ് പൂർത്തിയായാൽ പെൻഷൻ ഒരു മുടക്കം കൂടാതെ തരുമെന്നും ഈ 60 വയസ്സ് കാലഘട്ടങ്ങളില് വിവാഹം കൊണ്ട് മരണം വരെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്നും വിദ്യാഭ്യാസ മേഖലയിലും അപകട മേഖലകളിലെല്ലാം നിങ്ങൾക്ക് വീഴ്ച കൂടാതെ ആനുകൂല്യം തരുമെന്നെല്ലാം പറഞ്ഞ് എല്ലാവരെയും ക്ഷേമനിധിയിൽ ചേർക്കുകയുണ്ടായി. തൃത്താല മേഖലാ സെക്രട്ടറി S ശശി അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് പരമൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി UP രാമദാസ്, ഷൊർണൂർ മേഖലാ സെക്രട്ടറി ശശി ചോറൂട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു വർഷമായി ഈ സർക്കാർ നൽകിയിട്ടില്ല. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലെ ആനുകൂല്യങ്ങളും മറ്റും കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഭാരതീയ അസോസിയേഷന്റെ നേതൃത്വം നൽകുന്ന പ്രതിഷേധ മാർച്ചുമാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. പള്ളം പള്ളിക്കൽ കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ
റോഡിലെ കുഴിയിൽ വാഴവെച്ച് പ്രതിഷേധിച്ചു. വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CA അർഷദ് വാഴവെച്ച് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KY അഫ്സൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സയ്യിദ് അലവി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കൗൺസിലർ AA അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് പള്ളിക്കൽ യൂണിറ്റ് സെക്രട്ടറി KM മുഹമ്മദ് അബ്ബാസ്, മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് PM ഫൈസൽ ബാവ, MSF നിയോജക മണ്ഡലം സെക്രട്ടറി A ഷിബിൽ, MSF വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ട്രഷറർ KM മുസ്തഫ എന്നിവർ സംസാരിച്ചു. MSF യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷിബിൻ സ്വാഗതവും നബീൽ നന്ദിയും പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് UDF പള്ളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായി വാഴ വെച്ച് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഈ വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലും കാൽനടയായിട്ടുമൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദുരിതയാത്രയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. വലിയ കുഴികളും ഗട്ടറുകളുമൊക്കെയായി വലിയ അപകട സാധ്യതയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിയ കുഴികൾ കൃത്യമായി റീടാറിങ് ചെയ്യാത്തത് ഈ പ്രയാസം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു വാഹനം വാങ്ങുക എന്നുള്ളത്. അങ്ങനെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് എടപ്പാൾ നടുവട്ടം നാഷണൽ ITI വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന പരസ്യ ഡിസ്പ്ലേ ബോർഡ് പ്രദർശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ മാനേജർ ശ്രീനിവാസൻ K, പ്രിൻസിപ്പൽ സുബൈർ P, പ്രൊജക്ട് കോർഡിനേറ്റർ ജിജോയ് എന്നിവർ പ്രദർശനവേളയിൽ സംബന്ധിച്ചു. വയനാടിനായി സ്നേഹത്തിന്റെ ചായക്കടയൊരുക്കി യൂത്ത് കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റിയാണ് ആലൂരിൽ ധനസമാഹരണാർത്ഥം ചായക്കട ഒരുക്കിയത്. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 30 വീടുകൾക്കുള്ള ഫണ്ട് സമാഹരണമാണ് തട്ടുകടയിലൂടെ ലക്ഷ്യമിട്ടത്. നാട്ടുകാരും പ്രവർത്തകരുമെല്ലാം ഒത്തുചേർന്നതോടെ 35,152 രൂപ സ്നേഹത്തട്ടുകടയിലൂടെ സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, മണ്ഡലം പ്രസിഡന്റ് KV ഷിദിൻ എന്നിവർ നേതൃത്വം നൽകി. വയനാട് പുനരധിവാസം നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് നടത്തുകയാണ്. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റിയാണ് ഇതുപോലൊരു സ്നേഹക്കട. നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്ന് ഇവിടെ സ്നേഹക്കടയിൽ വന്ന് ചായയും പലഹാരവും കഴിച്ച് അവർക്ക് കഴിയുന്നൊരു സംഭാവന അത് നിക്ഷേപിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ 30 വീട് നിർമ്മിക്കുന്നതിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വയനാടിനായി എല്ലാവരും ഒന്നിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമെന്ന് ഒന്നിച്ചുകൊണ്ട് വയനാടിൻ്റെ പുനരധിവാസം നമ്മൾ നടത്തും. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ നടക്കും. വരവൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ധൂർത്തിനും സ്വജനപക്ഷപാതത്തിനുമെതിരെ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷനായി. കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഭിലാഷ്, കോൺഗ്രസ് വരവൂർ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ, വാപ്പുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിഥുൻ മുരളി എന്നിവർ സംസാരിച്ചു. മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശശി, പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് ഷമീർ തുടങ്ങി നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.